നമസ്കാരം. വനം വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണണം. കാരണം ഇന്ന് പറയാൻ പോകുന്നത് ഒരു സാധാരണ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വേക്കൻസി അല്ല. 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പോലും പരിഗണിക്കാവുന്ന നിരവധി തസ്തികകൾ ഉൾപ്പെടുന്ന ഒരു അവസരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിലും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ 6 ജില്ലകളിലാണ് ഈ അവസരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ ഈ ജില്ലകളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. യോഗ്യത എന്താണ്, പ്രായപരിധി എത്രയാണ്, ശമ്പളം എത്ര ലഭിക്കും, ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെയാണ്, ഏതൊക്കെ തസ്തികകളാണ് ഉൾപ്പെടുന്നത്, PSC ഓൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം, അപേക്ഷ നൽകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഈ ജോലി അനുയോജ്യമാകാൻ സാധ്യതയുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. കാരണം അവസാനം ഞാൻ പറയാൻ പോകുന്ന ചില ആപ്ലിക്കേഷൻ കാര്യങ്ങൾ അറിയാതെ അപേക്ഷിച്ചാൽ പ്രശ്നമുണ്ടാകും. അപ്പോൾ നമുക്ക് വിശദമായി തുടങ്ങാം. നിങ്ങൾ കാണുന്നത് വോയിസ് ഓഫ് RBR. കേരളത്തിലെ സർക്കാർ ജോലി, PSC, സെൻട്രൽ ഗവൺമെൻറ്, പ്രൈവറ്റ് ജോബ് ഫെയർ തുടങ്ങി തൊഴിലവസരങ്ങളുടെ പ്രധാന വിവരങ്ങൾ ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ വീഡിയോയിലെ വിഷയം വനം വകുപ്പിലെ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സമയത്തറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുന്നത് സഹായകരമായിരിക്കും. ഇനി നമുക്ക് നേരെ വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് വകുപ്പിലാണ് നിയമനം? ആദ്യം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, അതായത് കേരളത്തിലെ വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട തസ്തികകളാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒറ്റ പോസ്റ്റിനെയും മാത്രമല്ല ഈ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുന്നത്. പലതരം തസ്തികകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് ഒന്നൊന്നായി സ്ക്രീനിൽ കൊടുക്കുന്നു. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ തസ്തികകൾ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ നോട്ടിഫിക്കേഷൻ ശ്രദ്ധാപൂർവം പരിശോധിക്കണം. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരും. ഇത്രയും പോസ്റ്റ് ഉണ്ടെങ്കിൽ വേക്കൻസീസ് എത്ര? അതാണ് പലരും ആദ്യം ചോദിക്കുക. ഈ നോട്ടിഫിക്കേഷൻ്റെ പ്രധാന പ്രത്യേകത ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെൻ്റ് ആണ്. നമ്മുടെ വീഡിയോയിൽ പറയുന്ന ജില്ലകൾ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ. ഇവയിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വിശദമായി പരിശോധിക്കുക. കൂടാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ജില്ല കമൻറ്റ് ചെയ്യുക. ഓരോ തസ്തികയും ഇനി ഈ തസ്തികകൾ കുറച്ചുകൂടി വ്യക്തമായി നോക്കാം. ആദ്യത്തേത് സർവേ ലാസ്കർ, സർവേ ജോലികളുമായി ബന്ധപ്പെട്ട ഒരു തസ്തികയാണ്. അടുത്തത് ഡിപ്പോട്ട് ആൻഡ് വാച്ച് സ്റ്റേഷൻ വാച്ചേഴ്സ്, ഡിപ്പോട്ടുകളിലും വാച്ച് സ്റ്റേഷനുകളിലും ബന്ധപ്പെട്ട ജോലി. അടുത്തതായി പ്ലാന്റേഷൻ വാച്ചേഴ്സ് ആൻഡ് മിനിസ്റ്ററീസ്, പ്ലാന്റേഷനുകളുമായി ബന്ധപ്പെട്ട ജോലികൾ. അടുത്തത് TV വാച്ചേഴ്സ് ആൻഡ് ബാംഗ്ലൂർ വാച്ചേഴ്സ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വാച്ച്മാൻ ടൈപ്പ് ഡ്യൂട്ടീസ് ഉൾപ്പെടുന്ന തസ്തികകൾ. പിന്നീട് ടൈമർ സൂപ്പർവൈസേഴ്സ്, ടൈമർ സംബന്ധമായ സൂപ്പർവൈസറി ഡ്യൂട്ടീസ് ഉള്ള പോസ്റ്റ്. അടുത്തത് ടോപ്പ് വാർഡൻ, ഫോറസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഉൾപ്പെടുന്ന മറ്റൊരു തസ്തിക. അടുത്തത് റിസർവ് വാച്ചേഴ്സ്, പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന പോലെ റിസർവ് ഏരിയകളുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് ഉണ്ടാകാം. അവസാനമായി താന വാച്ചേഴ്സ് ആൻഡ് ഡിസ്പെൻസറി അറ്റൻഡൻസ്, ഇതും നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന തസ്തികകളാണ്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഗാർഡ് മാത്രം എന്ന് കരുതേണ്ടതില്ല. വിവിധ നേച്ചറുള്ള നിരവധി പോസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകാം. പോസ്റ്റുകൾ: 1. സർവേ ലാസ്കേഴ്സ്, ഡിപ്പോട്ട് ആൻഡ് വാച്ച് സ്റ്റേഷൻ വാച്ചേഴ്സ്, പ്ലാന്റേഷൻ വാച്ചേഴ്സ് ആൻഡ് മിനിസ്റ്ററീസ്, TV വാച്ചേഴ്സ് ആൻഡ് ബാംഗ്ലൂർ വാച്ചേഴ്സ്, ടൈമർ സൂപ്പർവൈസർ, ടോപ്പ് വാർഡൻ, റിസർവ് വാച്ചേഴ്സ്, താനെ വാച്ചേഴ്സ് ആൻഡ് ഡിസ്പെൻസറി അറ്റൻഡർ. അടുത്തത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് സാലറി. ഈ റിക്രൂട്ട്മെൻറ്റിനുള്ള സ്കെയിൽ ഓഫ് പേ 23,000 തൊട്ട് 50,200 രൂപ വരെ എന്നതാണ് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോക്കണം. 50,200 വരെയുള്ള പേ സ്കെയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
സർക്കാർ ശമ്പളത്തിൽ ബേസിക് പേ, അലവൻസ് തുടങ്ങിയവയും ആപ്ലിക്കേഷൻ റൂൾസ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. അതുകൊണ്ട് 50,200 സ്റ്റാർട്ടിംഗ് സാലറി എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. അടുത്തത് ഏജ് ലിമിറ്റ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഭാഗം ഏജ് ലിമിറ്റ്. മിനിമം 18, മാക്സിമം 40. 2/1/1986 മുതൽ 1/1/2008 വരെ ഈ ഇരു തീയതികളും ഉൾപ്പെടുന്നതാണ് ഏജ് ലിമിറ്റ്. അതായത് ഏജ് പരിശോധിക്കുമ്പോൾ ബർത്ത് ഡേറ്റ് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം, OBC, SC, ST വിഭാഗങ്ങൾക്ക് റൂൾസ് പ്രകാരം ഏജ് റിലാക്സേഷൻ ലഭിക്കും. മാക്സിമം ഏജ് ലിമിറ്റ് 50 വയസ്സ് കവിയാൻ പാടില്ല. അടുത്തത് വിദ്യാഭ്യാസ യോഗ്യത. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനുണ്ട്, ഗ്രാജുവേഷൻ നേടിയിരിക്കരുത്. ഇത് വളരെ ശ്രദ്ധിക്കണം. പലരും എന്താണ് ചെയ്യുക, മിനിമം ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എന്ന് കരുതും. അങ്ങനെയല്ല. നോട്ടിഫിക്കേഷനിൽ 7ാം ക്ലാസ്സിനോടൊപ്പം ഷുഡ് നോട്ട് ഹാവ് എ അക്വേർഡ് എ ഗ്രാജുവേഷൻ ഡിഗ്രി എന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ കണ്ടീഷനോട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. ഒരു ഉദാഹരണം പറയാം. ഒരു ഉദ്യോഗാർത്ഥി 7ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്, ഗ്രാജുവേഷൻ ഇല്ല, മറ്റ് എലിജിബിലിറ്റി കണ്ടീഷൻസ് മാച്ച് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഈ ക്വാളിഫിക്കേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊരാൾക്ക് ഡിഗ്രി ഉണ്ട്, അദ്ദേഹം 7ാം ക്ലാസ് പാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ ഡിഗ്രി ഉള്ളത് തന്നെ പ്രശ്നമാകുന്ന കണ്ടീഷനാണെങ്കിൽ എലിജിബിൾ ആയിരിക്കില്ല. അതിനാൽ വിദ്യാഭ്യാസ യോഗ്യതാ ഭാഗം വളരെ ശ്രദ്ധയോടെ വായിക്കുക നോട്ടിഫിക്കേഷനിൽ. ഇനി ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് വരാം. ഫിസിക്കൽ ഫിറ്റ്നസ്. ഇവിടെ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കൂടി നോക്കണം. ഹൈറ്റ് നിങ്ങൾക്ക് 163 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 163 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ചെസ്റ്റ് നോർമൽ 79 സെൻറ്റിമീറ്റർ. ഇതിനോടൊപ്പം ചെസ്റ്റ് എക്സ്പാൻഷൻ മിനിമം 5 സെൻറ്റിമീറ്റർ. അതാണ് ചെസ്റ്റ് എക്സ്പാൻഷൻ കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ വേണമെന്ന കണ്ടീഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പല ഉദ്യോഗാർത്ഥികളും എന്താണ് ചെയ്യുക, ക്വാളിഫിക്കേഷൻ നോക്കും, ഏജ് നോക്കും, സാലറി നോക്കും, പക്ഷേ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കില്ല. പിന്നീട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ് സമയത്ത് പ്രശ്നം വരാം. അതുകൊണ്ട് നിങ്ങൾ ഈ ജോലി സീരിയസ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഇപ്പോൾ തന്നെ പരിശോധിക്കുക. ചെസ്റ്റ് മെഷർമെൻറ്റ് സംബന്ധിച്ച റിക്വയർമെൻറ്റും പരിശോധിക്കുക. നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നതാണ് നല്ലത്. ഏത് ജില്ലകളിൽ? ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം, ഏതൊക്കെ ജില്ലകളിലാണ് അവസരമുള്ളത്? പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, 6 ജില്ലകൾ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെൻറ്റ് ആയതിനാൽ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണ് എന്നത് ആപ്ലിക്കേഷൻ സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ മറ്റൊരു ജില്ലയിൽ താമസിക്കുന്ന എന്ന കാരണത്താൽ ഇഷ്ടമുള്ള ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കാമെന്ന് കരുതരുത്. നോട്ടിഫിക്കേഷനിലെ ഡിസ്ട്രിക്ട് കണ്ടീഷൻ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവൂ. PSC ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെൻറ്റ് ഡിസ്ട്രിക്ട് തിരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്ങനെ അപേക്ഷ നൽകാം? അപേക്ഷ നൽകുന്നതിന് മുമ്പ് കേരള PSC ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് അപ്ലൈ ചെയ്യാം. ആധാർ കാർഡ് ഉള്ളവർ ആധാർ കാർഡ് ID പ്രൂഫായി പ്രൊഫൈൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഫോട്ടോഗ്രാഫ് നിങ്ങൾ 6 മാസത്തിലെടുത്ത റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് വേണം അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയുടെ താഴെ നെയിം, ഡേറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. അതിനാൽ പഴയ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഇൻസ്ട്രക്ഷൻ കൃത്യമായി വായിക്കുക. ആപ്ലിക്കേഷൻ ഫീ. ഇതിന് യാതൊരുവിധ ആപ്ലിക്കേഷൻ ഫീയും നൽകേണ്ടതില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വാർണിംഗ്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം അത് ഡിലീറ്റ് ചെയ്യാനോ കഴിയില്ല എന്നതാണ് നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. അതുകൊണ്ട് സബ്മിറ്റ് ബട്ടൺ അമർത്തുന്നതിന് മുമ്പ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഡിസ്ട്രിക്ട്, കാറ്റഗറി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഫോട്ടോ, ID ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കുക. ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പരിശോധിക്കുക. ഇനി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. സെലക്ഷൻ പ്രോസസ്സിൻ്റെ ആവശ്യമായ ഘട്ടത്തിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കേണ്ടി വരും. ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സംബന്ധിച്ച ഡോക്യുമെൻറ്റ്സ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്, മറ്റാവശ്യമായ ഇവയെല്ലാം ആവശ്യപ്പെട്ടാൽ ഹാജരാക്കണം. പ്രത്യേകിച്ച് കാസ്റ്റ്, കമ്മ്യൂണിറ്റി സംബന്ധിച്ച രേഖകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കും. ഉദാഹരണത്തിന് 10ാം ക്ലാസ് ബുക്കിൽ കാണുന്ന കാസ്റ്റ് കമ്മ്യൂണിറ്റിയും നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ പറയുന്ന പ്രകാരമുള്ള രേഖകൾ ആവശ്യമായി വരും. അതുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ തന്നെ പരിശോധിച്ച് തയ്യാറാക്കി വെക്കുന്നതാണ് നല്ലത്.
ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 2, 2026 രാത്രി 12 മണി വരെ എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അതായത് അവസാന ദിവസത്തേക്ക് ആപ്ലിക്കേഷൻ മാറ്റിവെക്കുന്ന ഒഴിവാക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവസാന ദിവസം വെബ്സൈറ്റ് ട്രാഫിക് കൂടുതലാകും, ഇൻ്റർനെറ്റ് പ്രോബ്ലം ഉണ്ടാകും, ലോഗിൻ ഇഷ്യൂസ് ഉണ്ടാകും, ഫോട്ടോ അപ്ലോഡ് ഇഷ്യൂസ് ഉണ്ടാകും, പ്രൊഫൈൽ കറക്ഷൻ ആവശ്യമാകാം. ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ അവസാന നിമിഷം ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 2 ആണെങ്കിലും ആപ്ലിക്കേഷൻ നേരത്തെ സബ്മിറ്റ് ചെയ്യുക. ഇനി വളരെ ചുരുക്കത്തിൽ ഈ വേക്കൻസി വീണ്ടും നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പോസ്റ്റ് സർവേ ലാസ്കർ മുതൽ റിസർവ് വാച്ചേഴ്സ്, ഡിപ്പോർട്ട് വാച്ചേഴ്സ്, സ്റ്റേഷൻ വാച്ചേഴ്സ്, ടൈമർ സൂപ്പർവൈസർ, ടോപ്പ് വാർഡൻ, താനെ വാച്ചേഴ്സ്, ഡിസ്പെൻസറി അറ്റൻഡൻസ് തുടങ്ങിയ വിവിധ തസ്തികകൾ. പേ സ്കെയിൽ 23,000 തൊട്ട് 50,200. ഏജ് 18. ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് പാസ്. ഗ്രാജുവേഷൻ നേടിയിരിക്കരുത്. ഹൈറ്റ് മിനിമം 168 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് മിനിമം 79, ചെസ്റ്റ് എക്സ്പാൻഷൻ മിനിമം 5 സെൻറ്റിമീറ്റർ. ഡിസ്ട്രിക്ട് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ. ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 2, 2026 12 മണി വരെ. അപ്പോൾ സുഹൃത്തുക്കളെ, 7ാം ക്ലാസ് യോഗ്യതയുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. പക്ഷേ വീണ്ടും പറയുകയാണ്, ക്വാളിഫിക്കേഷൻ മാത്രം നോക്കി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യരുത്. ഏജ്, ഡിസ്ട്രിക്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഗ്രാജുവേഷൻ കണ്ടീഷൻ, ഡോക്യുമെൻറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻ പ്രകാരം പരിശോധിച്ച ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപേക്ഷ നൽകേണ്ട ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ മറ്റൊരു പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റിയുമായി വീണ്ടും കാണാം. വോയിസ് ഓഫ് RBR കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.